അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ബെഥേസ്ത എന്ന വാക്കിനർത്ഥം കൃപയുടെ ഭവനം എന്നാണ്. ആട്ടുവാതിൽക്കൽ ബെഥേസ്ത എന്നൊരു കുളക്കടവിൽ വലിയൊരു കൂട്ടം ഒരു ദൂതന്റെ വരവിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നുണ്ട്. പേരുകൊണ്ട് കൃപയുടെ ഭവനമാണെങ്കിലും സാഹചര്യം കൊണ്ട് യാതൊരു കൃപയുമില്ലാത്ത ദീനത്തിൻ്റെയും രോഗത്തിൻ്റെയും രോദനത്തിൻ്റെയും അനുഭവങ്ങളാണ്. കൃപയുടെ ഭവനം എന്ന പേരും ദാരുണമായ അവസ്ഥകളും. ചില ഇടവേളകളിൽ ഒരു ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ ആകാംക്ഷയോടെ പ്രതീക്ഷാ നിർഭരരായി ഒരു വിടുതലിന് വേണ്ടി ദൂതന്റെ വരവിനെ കാത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കൂട്ടം ജനം. ഈ ജനത്തിന്റെ ഇടയിലേക്ക് യേശു കടന്നു വന്ന് ഒരേ ഒരു വ്യക്തിയിലേക്ക് മാത്രം യേശുവിനെ ശ്രദ്ധ പതിയുകയും അവന് സൗഖ്യം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. യേശു അവനോട് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവന്റെ പ്രതികരണത്തിലൂടെ യേശുവിനെ കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത ഒരു വ്യക്തിയാണ് അവനെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എന്തുകൊണ്ട് ഇത്രയും ഒരു വലിയ കൂട്ടം അവിടെ കിടക്കുമ്പോഴും യേശുവിന്റെ ശ്രദ്ധ ആ ഒരു വ്യക്തിയിൽ മാത്രം പതിയപ്പെട്ടു? ചില യേശുവിന്റെ ഇടപെടലുകൾ അങ്ങനെ വ്യക്തിപരമായിട്ടുള്ളതാണ്. എത്ര നാളുകൾ എത്ര ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും കരയുന്നുണ്ടെങ്കിലും ചില വ്യക്തികളിലേക്ക് മാത്രം എത്തപ്പെടുന്ന യേശുവിന്റെ ശ്രദ്ധ. ഇത് ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്പെസിഫിക് അറ്റൻഷൻ നിങ്ങളിലേക്ക് യേശുവിൽ നിന്ന് വന്നു പതിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വർഷങ്ങളായി കാത്തിരിക്കുന്ന ദൂതന്റെ ഒരു വരവിനേക്കാൾ ആ ദൂതനെ സൃഷ്ടിച്ചവൻ തന്നെ നേരിട്ട് നിങ്ങളുടെ മുൻപിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടിയുള്ള സകലത നിർവഹിച്ചു തരുമെന്ന് ഒരു ഉറപ്പ് നിങ്ങൾക്ക് ലഭിക്കട്ടെ. യേശുവിന് പബ്ലിസിറ്റി ചെയ്യാനായിരുന്നെങ്കിൽ നീണ്ടു കിടക്കുന്ന ആ വലിയ നിരയിലേക്ക് ഓരോ വ്യാധിക്കാരെയും സൗഖ്യമാക്കി താൻ ആരാണെന്ന് തെളിയിക്കാമായിരുന്നു. എന്നാൽ അവിടെ ഒരു വ്യക്തിക്ക് മാത്രം യേശു സൗഖ്യം കൊടുക്കുമ്പോൾ തെളിയിക്കപ്പെടുന്നത് ആ അത്ഭുതം ഒരു അടയാളത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് എന്നുള്ളതാണ്. നാം ആരും ഒരിക്കലും ചിന്തിക്കാത്ത ആ അടയാളം എന്ന് പറയുന്നത് ക്രിസ്തു ദൂതന്മാരെക്കാൾ വലിയവനാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. വല്ലപ്പോഴും ഇടവേളകളിൽ വന്ന് കുളം കലക്കി സൗഖ്യം കൊടുക്കുന്ന ഒരു ദൂതനെയല്ല, നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും പരിഹാരം വരുത്തുന്ന ഒരു ക്രിസ്തുവിനെയാണ് ആ അധ്യായത്തിലൂടെ പ്രദർശിപ്പിക്കപ്പെടുന്നത്. യേശു ആ മനുഷ്യനോട് പ്രതികരിക്കുന്നത് നീ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞിട്ടാണ്. ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്നലെ വരെ നിങ്ങളെ ചുമന്നതിനെ ഇന്നു മുതൽ നിങ്ങൾ ചുമക്കാൻ തുടങ്ങുമോ? ആ കിടക്ക പറയുന്നൊരു സാക്ഷ്യമുണ്ട്. ഇന്നലെ വരെ ഞാൻ ഇവന്റെ രോഗത്തെ ഇവനെ ഞാൻ ചുമന്നതാ. എന്നാൽ യേശു എന്നൊരു വ്യക്തി ഇവന്റെ അടുക്കൽ വന്ന് ഇവരോട് പറഞ്ഞു, ഇന്നു മുതൽ അവൻ എന്നെ ചുമക്കണമെന്ന്. ഇന്നലെ വരെ നിങ്ങൾക്ക് സഹായമായിരുന്ന ചിലരെ ഇന്നു മുതൽ നിങ്ങൾ അവർക്ക് അനുഗ്രഹിക്കപ്പെട്ടവരായി മാറാൻ അവസ്ഥകൾ ദൈവം തിരിക്കട്ടെ, സാധ്യതകളെ ദൈവം തുറക്കട്ടെ. ഇന്നലെ വരെ നിങ്ങളെ ചുമന്ന കിടക്കകളെ ഇന്നു മുതൽ നിങ്ങൾ ചുമന്ന് നടക്കുന്നവരായി ദൈവം മാറ്റട്ടെ. നിങ്ങൾ മറ്റുള്ളവർക്ക് ഭാരമായി മാറാനല്ല, നിങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്ന സാധ്യതകളിലേക്ക് യേശു ജീവിതങ്ങളെ തിരിക്കട്ടെ. വ്യവസ്ഥിതികൾ എതിരായി നിൽക്കുമ്പോഴും അവസ്ഥയെ മാറ്റുന്ന ആ യേശുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ പ്രശ്നത്തിൽ ഇറങ്ങി വരട്ടെ. യേശു രോഗസൗഖ്യദായകനാണെന്ന് തെളിയിക്കാനായിരുന്നു യേശുവിന്റെ ഉദ്ദേശമെങ്കിൽ അവിടെ കിടക്കുന്ന നിരന്നു കിടക്കുന്ന വ്യക്തികളെ ഓരോരുത്തരെയും തൊട്ട് സൗഖ്യമാക്കി യേശുവിന് കടന്നു പോകാമായിരുന്നു. എന്നാൽ ആ ഒരൊറ്റ അത്ഭുതം മാത്രം അടയാളമായി അവശേഷിപ്പിച്ച് യേശു കടന്നു പോകുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള യാഥാർത്ഥ്യം, യേശു ഒരു സൗഖ്യദായകനാണ് എന്നുള്ളതിനേക്കാൾ നിങ്ങൾക്ക് വേണ്ടി രക്ഷ വരുത്തുന്ന നിത്യജീവൻ തരുന്ന ക്രിസ്തുവാണ് എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. നിങ്ങളുടെ ഏത് പ്രശ്നത്തിലും സമാധാനം തരുന്ന സന്തോഷം തരുന്ന ആ ദൈവസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് ഇന്നലെ വരെ നിങ്ങളെ ചുമന്നവരെ ഇന്നു മുതൽ നിങ്ങൾ ചുമന്ന് നടക്കാനുള്ള അനുഭവത്തിലേക്ക് ദൈവം സാഹചര്യങ്ങളെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.